ഹലോ ഗൈസ്, വെൽക്കം ടു ഹൈദരാബാദ് ഫാമിലീസ്. ഹൈദരാബാദ് ഫാമിലീസിന് എല്ലാവർക്കും സ്വാഗതമാണ്. ഇന്ന് നമ്മൾ പള്ളീൻ്റെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ്. അപ്പോൾ ഗൈസ്, ഇന്ന് ഹൈദരാബാദിൽ കഅബൻ്റെ ഒരു ഇഷ്ടിക കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു പള്ളീൻ്റെ പറ്റിയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് കാണിക്കാൻ പോണത്. ആദ്യം നിങ്ങൾ ഹൈദരാബാദ് വന്നാൽ നിങ്ങൾക്ക് വണ്ടിയിലോ കാറിലൊക്കെ ടൂ വീലർ പാർക്കിംഗ് ചെയ്യാനുള്ള സ്ഥലമാണ് ഞാനത് ആദ്യം കാണിച്ചു തരുന്നത്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ടൂ വീലറോ കാറൊക്കെ പാർക്ക് ചെയ്യുക. ഇതൊരു ഹോസ്പിറ്റലാണ്, പണ്ടത്തെ നിസാം രാജാവിൻ്റെ കാലത്തെ നിസാം ഹോസ്പിറ്റലാണ്. അതിന് നേരെ ഓപ്പോസിറ്റാണ് ഈ പള്ളി. ഈ പള്ളിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോണത്. ഈ പള്ളി കഅബൻ്റെ ഒരു ഇഷ്ടിക കല്ലുകൊണ്ട് തുടങ്ങിയിട്ട് ഫുള്ളായിട്ട് വലിയൊരു, ഇതിൻ്റെ പേരെന്നെ മക്ക മസ്ജിദ് പറഞ്ഞിട്ടൊരു പേരാണ് വെച്ചിരിക്കുന്നത്. ആ പള്ളീനെ ഞാൻ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് നോക്കി ഞങ്ങൾ പള്ളീൻ്റെ ഉള്ളിലൊക്കെ ഫുള്ളായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അത് നമുക്ക് ഇവിടെ വണ്ടി വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല കാറ് വെക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ഉള്ളിലേക്ക്. ഇതൊരു ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റൽ ഇപ്പോൾ അത്ര ഉഷാറായിട്ട് നടക്കില്ല. നിസാം രാജാവിൻ്റെ കാലത്താണ് നിസാം ഹോസ്പിറ്റലാണ്. ഇവിടെ നമുക്ക് വണ്ടി വെച്ചിട്ട് നേരെ പോവാം. ഇവിടെയാണ് ഓട്ടോറിക്ഷയിലോ ടാക്സിയിലൊക്കെ വന്നാൽ ആൾക്കാർ ഇവിടെ വന്നിട്ടാണ് ഇറങ്ങുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ റൈറ്റ് ലൈനായിട്ട് ഓട്ടോറിക്ഷ കാണുന്നുണ്ട്. ഈ ലൈനായിട്ട് ഈ റൈറ്റ് സൈഡിലുള്ള ഓട്ടോറിക്ഷ ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാൽ പോലെ തന്നെ ഇതാണ് ചാർമിനാർ. ഇത് നമ്മൾ ഇവിടുന്ന് ആദ്യമൊക്കെ ഇതിനുള്ളിലേക്ക് വണ്ടിയൊക്കെ പോയിരുന്നു. ഇപ്പോൾ അതൊക്കെ നിർത്തിയിട്ട് നേരെ ഇവിടുന്ന് ഫുള്ളും മാർക്കറ്റായിരിക്കണം. ഇപ്പോൾ ആൾക്കാർക്ക് മാത്രം നടന്നിട്ട് കാണാൻ പറ്റുള്ളൂ. ഇവിടുന്ന് നമുക്ക് പർച്ചേസിങ് ചെയ്യാനും കുറച്ചൊരു ദില്ലിത്തൊക്കെ ഉള്ള മൈക്ക് ബസാറാക്കിയിട്ടാണ്. ഇതാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒരു കാണിച്ച ഹോസ്പിറ്റൽ റൈറ്റ് സൈഡിൽ. ഇത് ചാർമിനാർ. ഇത് ലെഫ്റ്റ് സൈഡിലുള്ളത് മക്ക മസ്ജിദ്. ഇത് മക്ക മസ്ജിദിൻ്റെ ഇത് മൂന്ന് സാധനത്തിന് നടുവിലാണ് ഇത് മാർക്കറ്റ്. നമുക്ക് മനസ്സിലാവുണ്ടാവും എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് ആ ഹോസ്പിറ്റൽ, പിന്നെ ഈ നടുവിലുള്ള ചാർമിനാർ. ചാർമിനാർ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചല്ലേ, ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാർമിനാർ ഒരു വീഡിയോ ഇടാം. ഇതാണ് നിസാം ഹോസ്പിറ്റൽ. ഇവിടെയാണ് നമുക്ക് വണ്ടിയൊക്കെ വെക്കാനുള്ള സൗകര്യം. ഇതില്ലാതെ വേറൊരു സ്ഥലമുണ്ട് വണ്ടി വെക്കാനുള്ള പാർക്കിങ്ങുള്ള സ്ഥലം. അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ ഒരു വീഡിയോയിൽ ഞങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇതാണ് മക്ക മസ്ജിദ്. ഈ മക്ക മസ്ജിദാണ് യഥാർത്ഥത്തിൽ ഒരു കഅബൻ്റെ ഒരു ഇഷ്ടിക കല്ലുകൊണ്ട് പള്ളി ഉണ്ടാക്കിയത്. ഇതിൻ്റെ ചരിത്രങ്ങൾ കുറേ ഉണ്ട്. ഇപ്പോഴും ആ കഅബൻ്റെ കല്ല് നമുക്ക് പള്ളീൻ്റെ ഉള്ളിൽ പോയി കാണാം. പക്ഷെ ഇപ്പോൾ അവിടെ ഫുള്ള് വർക്കിംഗ് നടന്നുകൊണ്ട് നമുക്ക് അവിടെ പോയി കാണാറില്ല. ഇതാണ് അതിൻ്റെ ഇൻട്രസ്റ്റ്, ഉള്ളിലേക്ക് പോണ വഴി. പിന്നെ ഉള്ളിൽ നിന്ന് നമുക്ക് പോയി കഴിഞ്ഞാൽ പോലീസിൻ്റെ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. നമുക്ക് ചെക്കിങ് കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല, ഉള്ളിലൊക്കെ പോയിട്ട് നമുക്ക് ഉഷാറായിട്ട് ഇവിടെ കോണികളൊക്കെ ഉണ്ട്, അവിടെ ഇരുന്നിട്ട് അവിടെ നമുക്ക് കുറച്ച് കാറ്റ് അല്ല ഫുള്ള് അവിടെ ഇരുന്നിട്ട് വ്യൂ ഇങ്ങനെ കാണാൻ നല്ലൊരു വ്യൂ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അത് രാജക്കന്മാരെ മക്ബറൊക്കെയാണ്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഈ പള്ളീൻ്റെ ഉള്ളിലത്തെ മുൻഭാഗമാണിത്. ഇവിടെ നിന്ന് നമുക്ക് ചാർമിനാറിൻ്റെ വ്യൂ നല്ല ഉഷാറായിട്ട് കാണാം. പിന്നെ അത് കാണുന്നത് ഹോസ്പിറ്റൽ, നിസാം ഹോസ്പിറ്റൽ. അവിടെയാണ് നമ്മൾ വണ്ടി വെക്കുന്ന സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അധികം ആൾക്കാർ നാട്ടിൽ നിന്ന് അവിടെ ഇവിടെയൊക്കെയാണ് വണ്ടി വെച്ചിട്ട്, പിന്നെ അവർക്ക് അറിയില്ല, പിന്നെ മനസ്സിലാവില്ല. അതാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞു തന്നാൽ ആരെങ്കിലും നാട്ടിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് നല്ല വീഡിയോ കണ്ടാലൊന്ന് നല്ലപോലെ വണ്ടിയൊക്കെ വെച്ചിട്ട് നല്ല ഉഷാറിൽ ഫുള്ള് കാണാമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചൊന്ന് ഫുള്ളായിട്ട് നമ്മൾ ഹൈദരാബാദിൽ ഇപ്പോൾ ഇത്ര കാലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ ഞാൻ ഫുള്ളായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ കരുതി. ഇതാണ് മക്ബറ. ലൈനായിട്ട് ഇതിനുള്ളിൽ കബറുകളുണ്ട്. പണ്ടത്തെ രാജാക്കന്മാരെ കുറിച്ച കബറുകളാണ് ഇതിനുള്ളിൽ. ഇത് പള്ളീൻ്റെ മുൻഭാഗമായ സ്ഥലമാണ്. ഇവിടെ ഫുള്ളും റംസാൻ്റെ സമയത്തൊക്കെ ഫുള്ളും റോട്ട് വരെ ഒക്കെ ആൾക്കാർ സ്കരിക്കുന്നുണ്ടാവും. അത്ര വലിയ ആൾക്കാർ ഫുള്ള് ജനങ്ങൾ ഇവിടെ മുസ്ലിം ജനങ്ങൾ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇവിടുന്ന് സ്കരിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഈ മുൻഭാഗം സ്കരിക്കും. പിന്നെ നമ്മൾ അവിടുന്ന് അതാണ് പള്ളിൻ്റെ ഉള്ളിൽ കയറണം. ഈ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെരുപ്പ് കഴിക്കാണ്. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഒരു 5 രൂപ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു ചെരുപ്പ് നല്ലപോലെ നോക്കും. നമുക്കവിടെ ചെരുപ്പ് വെച്ചിട്ട് ഇതിന് ഉള്ളിക്കാണ്ട് കയറിയിട്ട് അവിടെ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ നമുക്ക് കക്കൂസും ബാത്റൂമൊക്കെ നല്ല സൗകര്യമുള്ള സ്ഥലങ്ങൾ ആ മൂലക്കൽ കാണുന്നത് അവിടെ ഉണ്ട്. അവിടെ നിന്നൊക്കെ നമുക്ക് ഇവിടെ നിന്നൊക്കെ ഫ്രഷായി ഉള്ളൊക്കെ എടുത്തിട്ട് നമുക്ക് പള്ളീൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് നിസ്കരിക്കാം. പള്ളീൻ്റെ ഞാൻ ലെഫ്റ്റ് സൈഡിലൊരു രാജക്കന്മാരെ മക്ബറുണ്ട് പറഞ്ഞില്ലേ, അതാണ് ഇതിനുള്ളിൽ ഫുള്ളായിട്ട് ലൈനായിട്ട്. നമ്മളിവിടെ ചെരുപ്പ് വെച്ചിട്ട് ഇങ്ങനെ നേരെ ഇതിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് രാജാവിൻ്റെ ഖബറാണിത്. മുക്കറം ജാ പറഞ്ഞിട്ടൊരു ലാസ്റ്റ് രാജാവിൻ്റെ
എട്ടാമത്തെ നിസാം അയാളെ മക്ബറാണിത്. ഇത് റൈറ്റ് സൈഡിൽ ഞങ്ങൾക്ക് കാണിച്ചാൽ ഈ കബർ. ഇപ്പോൾ ആൾക്കാരൊക്കെ ഫുള്ളും പണ്ട് രാജാക്കന്മാരെ അടുത്തേക്ക് പോകാൻ ആൾക്കാർക്ക് പേടിയും. ഇപ്പോൾ ആൾക്കാർ അവിടെ ഇരുന്ന് ചായ കുടിക്കലും കിടന്നിറങ്ങലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതാ പള്ളീൻ്റെ മുറ്റുഭാഗത്താണ് മക്ബറിൻ്റെ സ്ഥലം കിട്ടിയത്. അതൊരു വലിയൊരു ഭാഗ്യമാണ്. അത് ഇത്ര വലിയൊരു പള്ളിയായ കാരണം പള്ളി നല്ല ഉഷാറ്, അൽഹംദുലില്ലാ വലിയൊരു പള്ളിയാണ്. സ്ഥലം കുറേ വലിയൊരു സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ ഉള്ളിൽ ഇത്ര വലിയൊരു പള്ളിയാണ്. പള്ളിക്ക് നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് ശരിക്കായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുന്നുണ്ടോ ഇല്ലേ നമുക്കറിയില്ല. നിങ്ങൾ ഹൈദരാബാദിക്ക് വന്നിട്ട് ഇതിൻ്റെ പള്ളിയിൽ നിന്ന് നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു കാഴ്ചകൾ നമുക്ക് കറക്റ്റിൽ അറിയുള്ളൂ. വീഡിയോസിൽ നമുക്ക് ക്ലിയർ ആയിട്ടൊന്നും പറയാൻ കഴിയില്ല എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വീഡിയോസ് തന്നെ കുറേ വലുതാവും. അതുകൊണ്ടാണ് എന്താണുള്ള ഷോർട്ട് കട്ടിൽ ഇങ്ങനെ പറഞ്ഞു തരാണ്. ഇത് പള്ളിൻ്റെ ഉൾഭാഗമാണ്. ഇതൊക്കെ കാണുന്നത് തൂങ്ങുന്ന സാധനം ഒരു ഡയമണ്ട്സുകളാണ്. അത് മാത്രമേ വലിയ പെരുന്നാൾക്കും ചെറിയ പെരുന്നാൾക്കും റബീഉൽ അവ്വലിക്കൊക്കെ ഇത് ഓപ്പൺ ആവുള്ളൂ. അതിൻ്റെ ഉള്ളിലത്തെ ഡയമണ്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഉണ്ടാക്കിയ ഒരു ഡയമണ്ട്സിൻ്റെ ഒരു ജുമ്മർ പറയുന്ന ജുമ്മറൊക്കെയാണ്. വാച്ച് അങ്ങനെ കുറേ സാധനങ്ങൾ, പിന്നെ കുറേ സാധനങ്ങളൊക്കെ കാണാനുണ്ട് നമുക്ക് ഇതിനുള്ളിൽ. ഇത് ഭയങ്കര വിശാലമായൊരു പള്ളിയാണ്. നമുക്ക് വീഡിയോസിൽ നമുക്കിങ്ങനെ പറഞ്ഞു തന്നാൽ മനസ്സിലാവുണ്ടോ ഇല്ല അറിയില്ല. പക്ഷെ നേരിട്ട് നമ്മൾ വന്നിട്ട് ഇതിനായിട്ട് ക്ലിയറായിട്ട് നോക്കുമ്പോഴാണ് നമുക്കിതിന് ഡീറ്റെയിൽസ് ക്ലിയറായിട്ട് അറിയില്ല. അപ്പോൾ അധികം ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും അധികം ആൾക്കാർ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത് നമ്മൾ പള്ളിത്തെ വ്യൂ പോയിൻ്റാണിതാ മുൻഭാഗം. അധികം നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഒരു ഗൈഡിനൊക്കെ ചെയ്യും. ഗൈഡ് 12,000, 15, 20 ഒക്കെ വാങ്ങും. അപ്പോൾ പൈസ ഒന്നും ഇല്ലാതെ നമുക്ക് നിങ്ങളാണെങ്കിൽ എനിക്ക് ഫോൺ വിളിക്കുക. എൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് തരാം ഡിസ്പ്ലേയിൽ. ഫോൺ വിളിക്കുക ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോൺ വിളിക്കുക.